ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ക്രിസ്റ്റലിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കേരള PSC സംഘടിപ്പിക്കുന്ന HSA എക്സാമിനേഷൻ, ഹൈസ്കൂൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന സോഷ്യൽ സയൻസിലോട്ടുള്ള വിജ്ഞാപനം അത് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനിലോട്ട് നമ്മളൊന്ന് കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആസ്പിരൻസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ആയിട്ട് ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4/6/2025 വരുന്നത്. അതായത് ജൂൺ 4 ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ആസ്പിരൻസ് ലേറ്റ് ആകാതെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ PSC വൺ ടൈം രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഇവിടുത്തെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. 24/2025 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ വരുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇനി അതിൽ കുറച്ച് ഫർദർ ഡീറ്റെയിൽസ് പറയുന്നത് 13ഓളം പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്നാമത് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. പോസ്റ്റ് ഹൈസ്കൂൾ ടീച്ചർ, അതാണ് HST എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് പോസ്റ്റ്. മലയാളം മീഡിയം ആണ്, അതായത് മലയാളത്തിലാണ് എക്സാമിനേഷൻ വരുന്നത്. മലയാളത്തിലോട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. ഇതിന്റെ പേയ്മെന്റ് സ്കെയിൽ ആണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. 41,300 മുതൽക്ക് 87,000 വരെ കിട്ടാവുന്ന ഒരു പേയ്മെന്റ് സ്കെയിലുള്ള ഒരു ഹൈസ്കൂൾ ഗവൺമെന്റ് ടീച്ചർ ആകാനുള്ള അവസരമാണ്. സോ ആസ്പിരൻസ് ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വേക്കൻസീസ് വരുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിലും എല്ലാം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല വരിക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് PSC പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക. ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വേക്കൻസീസ് പ്രിവൈൽ. അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് അനുസരിച്ചിട്ടായിരിക്കും റിക്രൂട്ട്മെന്റ് വരിക. അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ട് ജില്ലകളിൽ കൊടുക്കുന്ന സമയത്ത് ജില്ലയിൽ എത്രയാണോ വേക്കൻസി വരുന്നത് അതിനനുസരിച്ചുള്ള റിക്രൂട്ട്മെന്റ് ആകും ഉണ്ടാകുന്നത്. ഒരു പക്ഷെ ചില ജില്ലകളിൽ കൂടുതൽ വേക്കൻസീസ് ഉണ്ടാകാം, മറു ജില്ലകളിൽ കുറവുണ്ടായേക്കാം. അങ്ങനെ ഒരു ബാലൻസ് ഓഫ് ഒരു അപ്രോച്ച് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കുക, നമ്പർ ഓഫ് വേക്കൻസീസ്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരള PSCയുടെ സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം എന്നുള്ളത്. പിന്നെ ഓരോ ഡിസ്ട്രിക്റ്റിനും ഈ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പുറത്തു വിടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. കൂടുതൽ വിവരങ്ങളിലോട്ട് ഞാനിപ്പോ പോകുന്നില്ല. അങ്ങനത്തെ മൈനർ കാര്യങ്ങളിലോട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് സം അതർ വെരി ഇമ്പോർട്ടന്റ് തിങ്സ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. അപ്പൊ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 18 വയസ്സിന്റെയും 40 വയസ്സിന്റെയും ഇടയിലുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. 1985-ന്റെയും 2007-ന്റെയും ഇടയിൽ ജനിച്ചിട്ടുള്ള ഒരാളാകണം. ഓക്കെ, ഈ രണ്ട് ഡേറ്റും ഇൻക്ലൂഡഡ് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ ഇവര് അപ്ലൈ ചെയ്യാം. SC ST OBC കമ്മ്യൂണിറ്റിക്ക് റിലാക്സേഷൻ ആസ് യൂഷ്വൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ദെൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നത് ഇതാണ്. പല ആസ്പിരൻസിനും പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതാണ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ക്വാളിഫിക്കേഷനിൽ പറയുന്നത് എ ഡിഗ്രി ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് ആൻഡ് BEd in the concerned subject both conferred or recognized by universities in Kerala. Then must have passed CATET category 3. ഓക്കെ, കാറ്റഗറി 3 പാസ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേസമയത്ത് നോട്ടായിട്ട് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഓർ ഡിപ്ലോമ അവാർഡ് ബൈ UGC അപ്ലോഡ് യൂണിവേഴ്സിറ്റീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ത്രൂ ആൻ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെന്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ കണ്ടീഷൻസ് ലേഡ് ഡൗൺ. ആ ഒരു ഗസറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ആർ ആക്സെപ്റ്റബിൾ ഫോർ അപ്പോയിന്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സർവീസസ്. അപ്പൊ നിങ്ങൾ ലിങ്കും കാര്യങ്ങളും വെച്ചിട്ട് നോക്കിയാൽ മതി. നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ PSCക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എലിജിബിൾ ആകും. ഇല്ലെങ്കിൽ ഇൻഎലിജിബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ വൈ ഇൻഎലിജിബിൾ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, എക്സംഷൻസ് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഹു ആർ ക്വാളിഫൈഡ് CTET, NET, SET, MPhil in the respective subject or MD in any subject are exempted from acquiring CATET. അപ്പൊ CATET എല്ലാവർക്കും നിർബന്ധമാണോ വെച്ചാൽ നിർബന്ധമില്ല. നെറ്റോ സെറ്റോ MPhil MD ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അതിനടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, CATET വേണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. Then CTET, primary stage and elementary stage qualification shall not be considered as an alternative qualification. CTETന്റെ പ്രൈമറി സെക്കൻഡറി സ്റ്റേജ് പറ്റത്തില്ല. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതാണ് മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിലോട്ട് വരുന്ന ആൾക്കാരുടെ ചില സബ്ജക്റ്റുകൾ ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഇന്ന കാറ്റഗറി ഇന്ന സബ്ജക്റ്റുകൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇസ്ലാമിക് ഹിസ്റ്ററി, ഉറുദു പറ്റും. ഇസ്ലാമിക് ഹിസ്റ്ററി മെയിൻ ആയിട്ടും ഇക്കണോമിക്സ്, ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങിയുള്ള സബ്സിഡിയുള്ള ആൾക്കാർക്ക് പറ്റും. ഇവിടെ കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർക്ക് പറ്റുമോ പറ്റില്ല എന്നുള്ള. അങ്ങനത്തെ ആൾക്കാരെ ഇവിടെ കൊടുത്തിരിക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിക് ഹിസ്റ്ററിയും വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ. പൊതുവെ ഏകദേശം എല്ലാവർക്കും പറ്റേണ്ടതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
പിന്നെ അപ്പോയിന്റ്മെന്റും ഏജ് ലിമിറ്റും വെച്ചിട്ടുള്ള സ്പെഷ്യൽ കൺസെഷൻ ആണ്. ഇത് നമ്മൾ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ വെച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഇത് ജനറലി ബാധകമാവില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് എക്സെപ്ഷൻസ് എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ വൺ ടൈം രജിസ്ട്രേഷൻ വേണം. ആധാർ കാർഡ് ഷുഡ് ആഡ് ആധാർ കാർഡ് ആസ് ID പ്രൂഫ്. ഉള്ളവർ ആധാർ തന്നെ കൊടുക്കണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജൂൺ 4 വെനസ്ഡേ ആണ്, രാത്രി 12 മണി വരെ. വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺഫർമേഷൻ മെസ്സേജിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനും കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഇത് റൂൾസ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആപ്ലിക്കേഷൻ ഫോമുമായിട്ട് നിങ്ങളുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അതിന് റെക്ടിഫൈ ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ജനറലി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ മുമ്പിൽ ഏകദേശം 1 മാസം 4 ദിവസമാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പൊ അപ്ലിക്കേഷൻ ഒരിക്കലും നിങ്ങൾ ലേറ്റ് ആക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റോ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നേരിട്ട് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്നതിന് തുല്യവും അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾ HSA സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. HSA സോഷ്യൽ സയൻസിന്റെ സിലബസ് എന്താണ്, അതിൽ ഓരോ സബ്ജക്റ്റിന്റെയും PYQs എന്തൊക്കെയാണ്, എങ്ങനെ പഠിക്കണം, ക്ലാസ് വീഡിയോസ്, ഇതൊക്കെ ലഭ്യമാകുന്ന യൂട്യൂബ് വീഡിയോസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അടുത്തൊരു കാര്യം, നമ്മളുടെ ഓൾറെഡി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെറും 3999 രൂപക്ക് 2 ഇൻസ്റ്റാൾമെന്റോട് കൂടെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ ലഭ്യമാകുന്ന പ്രോഗ്രാം ആണ് വരുന്നത്. അപ്പോൾ ലേറ്റ് ആക്കണ്ട. ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നത് 2 മെയ് ഫ്രൈഡേ വരേക്കുമാണ്. അതിനുശേഷം പ്രൈസിൽ മാറ്റം വരും, പ്രൈസ് കൂടും. അപ്പൊ അതുകൊണ്ട് ആസ്പിറൻസ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം ഡെമോ ക്ലാസ്സസും സാമ്പിൾ നോട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ഈ അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തൊരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.